അവസാനമായിട്ട് ഒരു കൗതുകം നിറഞ്ഞൊരു ചോദ്യം ചോദിക്കട്ടെ. തലച്ചോറിൻ്റെ എല്ലാ സർജറീസും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഡോക്ടറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ബ്രെയിൻ സർജറീസിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ഏതായിരിക്കും? ഒരു പക്ഷേ ന്യൂറോ സർജറിയിൽ ഏറ്റവും ഡിഫിക്കൾട്ടും ഒരു സർജൻ എന്ന നിലയ്ക്ക് ഏറ്റവും ടെൻഷൻ നൽകുന്നതുമായ സർജറി ഒരു പക്ഷേ വാസ്കുലർ ന്യൂറോ സർജറി എന്ന് പറയുന്നൊരു വിഭാഗം, അത് രക്തക്കൊള്ളുകളുടെ സർജറിയാണ്. അന്യൂറിസം, ആർട്ടീരിയോവീനസ് മാൽഫോർമേഷൻ മുതലായ തലച്ചോറിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന രക്തക്കുഴലിൻ്റെ പല രോഗാവസ്ഥകൾക്കുമുള്ള ചികിത്സയാണ്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. പലപ്പോഴും കൃഷിയോ വല്ലം നോക്കണമെന്ന് തോന്നാതിരുന്നിട്ടില്ല. അപ്പം മറ്റ് 7 ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ ഞാനും അതുതന്നെയാണ് അഡ്വൈസ് കൊടുത്തത്. ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ നമ്മളോടൊപ്പം തുടരുന്നത് രാജഗിരി ഹോസ്പിറ്റലിലെ ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനായ ഡോക്ടർ അർജുൻ ചാക്കോ ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ മറ്റൊരു സംശയം ചോദിക്കട്ടെ. നമ്മൾ സ്പൈൻ സർജറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കീ ഹോൾ സർജറിയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ തലച്ചോറിന് സർജറീസിനും ഈ കീ ഹോള് പോസിബിൾ ആണോ? പോസിബിളാണ്. അത് ഒരുപക്ഷെ വയറിൻ്റെ സർജറിയിൽ നിന്ന് പോപ്പുലറായ ഒരു പേരാണ് ഈ കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. കാരണം പണ്ട് വയറ് മുകളിൽ നിന്ന് താഴെ വരെ കീറി മുറിച്ചായിരുന്നു പല സർജറികളും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പേരാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറഞ്ഞ പോലെ തന്നെ തലച്ചോറിൻ്റെ പല രോഗാവസ്ഥകൾക്കും നമ്മൾ മിനിമലി ഇൻവേസീവ്, അതായത് ഒരുപാട് തുറക്കാതെ വളരെ ചെറിയൊരു ദ്വാരത്തിലൂടെ ചെയ്യുന്ന സർജറികൾ പലരും ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്കൾ ബേസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ താഴത്തെ തട്ടിലുള്ള എല്ലിൻ്റെ ഭാഗങ്ങൾ, ആ പ്രദേശത്തുള്ള പല രോഗങ്ങൾക്കും നമ്മൾ കീ ഹോൾ സർജറി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറി തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ കീ ഹോൾ സർജറിയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും എന്ന് പറയുന്നതിനേക്കാളുപരിയായിട്ട് ഒരുപക്ഷെ ഈ സ്കൾ ബേസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള രോഗങ്ങൾക്കെല്ലാം തന്നെ പുറത്ത് കാണുന്ന രീതിയിൽ ഒരു മുറിവ് പോലും ഉണ്ടാക്കാതെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അതായത് മൂക്കിനുള്ളിൽ കൂടെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ മൂക്കിനുള്ളിൽ കൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ പോലും ഒരു ചെറിയ ഒരു മുറിവ് പോലും ശരീരത്തിൽ കാണുന്ന രീതിയിലല്ല ആ സർജറികൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ വലിയ ട്യൂമറുകൾ മുതൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ട്യൂമറുകൾ, തലച്ചോറിൻ്റെ ബേസിലുള്ള മെനിഞ്ചോമ മുതലായ ട്യൂമറുകളെല്ലാം തന്നെ നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് ഒരു കീഹോൾ സർജറിക്ക് തുല്യമായൊരു സർജറിയാണ്. അതുപോലെ തന്നെ തലച്ചോറിന് ഡെപ്തിലുള്ള പല ട്യൂമറുകൾക്കും നമുക്ക് തലച്ചോറിനുള്ളിലൂടെ തന്നെ കടന്നു ചെന്ന് എൻഡോസ്കോപ്പി ചെയ്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതിനും വെൻട്രിക്കുലോസ്കോപ്പി എന്ന് പറയും. അതായത് ചെറിയൊരു സ്കോപ്പ് കടത്തി തലച്ചോറിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ട്യൂമറുകൾ എടുത്തു മാറ്റുന്നതിനാണ് വെൻട്രിക്കുലോസ്കോപ്പി എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാവിഗേഷൻ എന്ന ടെക്നോളജി ഉണ്ട്. തലച്ചോറിൽ എവിടെയാണ് ട്യൂമർ എന്ന് കണ്ടുപിടിക്കുകയും ആ ട്യൂമറുള്ള ഭാഗത്ത് മാത്രം സർജറി ചെയ്ത് ഒരു ചെറിയൊരു ദ്വാരത്തിലൂടെ അകത്ത് ചെന്ന് കറക്റ്റായി ട്യൂമറിൽ എത്താൻ വളരെയധികം സഹായിക്കുന്നതാണ് നാവിഗേഷൻ എന്ന ടെക്നോളജി. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായി തുറക്കുകയോ എങ്ങനെ അവിടെ എത്തുമെന്നുള്ള സംശയമില്ലാതെ തന്നെ കറക്റ്റായി ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ അകത്തെത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നാവിഗേഷൻ ഗൈഡൻസ് വന്നതോടുകൂടി തന്നെ നമ്മളുടെ പല സർജറികളുടെയും മുറിവുകളുടെ വലിപ്പം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞാലും കീ ഹോൾ സർജറി തലച്ചോറിൻ്റെയും പല രോഗങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പോസ്റ്റ് സർജറി ലൈഫൊക്കെ പണ്ടത്തെക്കാളും വളരെ കംഫർട്ടബിളായി. എന്നിരുന്നാലും നമ്മൾ തലച്ചോറിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതെന്തൊക്കെയായിരിക്കും? സ്പൈൻ്റെ സർജറി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സർജറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഇന്നില്ല. തലച്ചോറിൻ്റെ സർജറികൾ കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കായിട്ട് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ പല സർജറികൾക്കും തന്നെ അല്ലെങ്കിൽ പല ട്യൂമറുകൾക്കും രോഗാവസ്ഥയ്ക്കും തലച്ചോറുകളുടെ രോഗാവസ്ഥയ്ക്കും ഫിറ്റ്സ് വരിക എന്നുള്ളതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗലക്ഷണമാണ്. അപ്പോൾ സർജറി കഴിഞ്ഞ് നമ്മൾ ട്യൂമർ പൂർണ്ണമായി എടുത്തു മാറ്റിയാൽ തന്നെയാണെങ്കിലും ഈ ഫിറ്റ്സ് വരാനുള്ളൊരു സാധ്യത കുറച്ച് മാസങ്ങളോളം നിലനിൽക്കുകയോ അല്ലെങ്കിൽ കുറച്ചധികം നാൾ നിലനിൽക്കുകയോ ചെയ്യുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പം ആ ഒരു രോഗലക്ഷണത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ജീവിതത്തിന് വരുത്തേണ്ടി വരുന്നത്. സാധാരണ തലച്ചോറിൻ്റെ എല്ലാ സർജറി ചെയ്യുമ്പോഴും നമ്മൾ ഫിറ്റ്സിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുകയും അത് കുറച്ചധികം നാൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഫിറ്റ്സ് വരാനുള്ളൊരു സാധ്യത വളരെയധികം കുറയ്ക്കുമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ തലച്ചോറിൻ്റെ സർജറി കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളിലേക്ക് നമ്മൾ ഹൈ റിസ്ക്
ആയിട്ടുള്ള ജോലികൾ, വളരെ ഉയർന്ന ഹൈറ്റിൽ കയറി നിന്നിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ ഹെവി റിസ്ക് ആയിട്ടുള്ള ഹെവി മിഷനറി ഓപ്പറേറ്റ് ചെയ്യുന്ന ജോലികൾ, അങ്ങനെയുള്ള ചില ജോലികളെല്ലാം ഒരു സേഫ്റ്റിയുടെ പുറത്ത് കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. പക്ഷേ എന്നാലും അതല്ലാതെ നമുക്ക് ഒരുപാട് കൂടുതലായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ പൊതുവേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിറ്റ്സ് വരാതിരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, ആ ഒരു ക്രമം തെറ്റാതെ പോകുക എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ സർജറിക്ക് ശേഷം എടുക്കാൻ കഴിയുന്നത്. ഒരു വലിയൊരു വ്യത്യാസം ഒരുപക്ഷെ വർഷങ്ങളുടെ ഒരു എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തലച്ചോറിൻ്റെ സർജറിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ന്യൂറോ സർജറി ട്രെയിനിങ് എൻ്റെ സമയത്തൊക്കെ ഒരു മേജർ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ആഴ്ചകളോളം പേഷ്യൻ്റ് ആശുപത്രിയിൽ കിടക്കുകയും ആ പേഷ്യൻറ്റുമായിട്ട് നമുക്ക് അത്രമാത്രം ആത്മബന്ധം വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറ്. കാരണം അത്ര നാൾ പേഷ്യൻ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എത്ര വലിയ ട്യൂമറാണെങ്കിലും ശരി, ഒരു 2-3 ദിവസത്തിനുള്ളിൽ പേഷ്യൻ്റ് അസുഖം ഭേദമായി ആശുപത്രി വിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ റിക്കവറി എന്ന് പറയുന്ന ആ ഒരു പീരീഡിനൊട്ടും പേടിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് പ്രിക്കോഷൻസ് മാത്രം എടുത്ത് പൂർണ്ണമായ ഒരു പൂർവ്വജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നൊരു രീതിയിലാണ് ഇപ്പോൾ തലച്ചോറിൻ്റെ ശസ്ത്രക്രിയയും അതിനുള്ള ചികിത്സാ രീതികളും തന്നെ. ഡോക്ടർ, ഞാൻ അവസാനമായിട്ട് ഒരു കൗതുകം നിറഞ്ഞൊരു ചോദ്യം ചോദിക്കട്ടെ. തലച്ചോറിൻ്റെ എല്ലാ സർജറീസും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഡോക്ടറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ബ്രെയിൻ സർജറീസിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ഏതായിരിക്കും? അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം പൊതുവേ നമ്മൾ ഏത് സർജറി ചെയ്താലും, ഇപ്പോൾ തലച്ചോറിൻ്റെ ആണെങ്കിലും മറ്റേത് അവയവത്തിൻ്റെ സർജറി ചെയ്താലും പ്രശ്നം വന്നാൽ എല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു പക്ഷേ ന്യൂറോ സർജറിയിൽ ഏറ്റവും ഡിഫിക്കൾട്ടും ഒരു സർജൻ എന്ന നിലയ്ക്ക് ഏറ്റവും